അൽ ഖായിദയുടെയും സദ്ദാം ഹുസൈൻ്റെയും യുഗം തീർന്നിരിക്കുന്നു. ഐസിസ് വിമതരാണിപ്പോൾ ലോകത്തിൻ്റെ പൊതുവെല്ലുവിളി. അതിനെ അമർച്ച ചെയ്യാൻ അമേരിക്ക വലിയ തോതിലുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാറ്റോ സഖ്യരാജ്യങ്ങളും ഒപ്പം അറബ് രാജ്യങ്ങളും അതിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ ഭാവി പ്രത്യാഘാതങ്ങളാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ഒന്നുകിൽ ഞങ്ങൾക്കൊപ്പം, അതല്ലെങ്കിൽ ചെകുത്താന്റെ കൂടെ. ഇതായിരുന്നു മുമ്പ് ജൂനിയർ ബുഷ് നടത്തിയ വിവാദ പ്രസ്താവന. അൽ ഖൈദയും സദ്ദാം ഹുസൈനുമായിരുന്നു ചെകുത്താന്റെ കൂട്ടുകാരായി ബുഷ് വിലയിരുത്തിയത്. ലോകത്തെ പോലും തകർക്കാൻ പോന്ന ഉഗ്രശേഷിയുള്ള നശീകരണ ആയുധങ്ങൾ സദ്ദാമിന്റെ കൈവശമുണ്ടെന്ന് UN രക്ഷാസമിതിയിൽ കോളിൻ പവൽ വ്യാജ തെളിവുകൾ ഉന്നയിച്ച് വിശദീകരിക്കാനും മടിച്ചില്ല. വിശ്വാസ്യതയുള്ള തെളിവുകൾ എന്നായിരുന്നു പവൽ പറഞ്ഞത്. 2003 മാർച്ചിൽ ഇറാഖിൽ അധിനിവേശം നടക്കുമ്പോൾ യാങ്കിക്കൊപ്പം നിലയുറപ്പിക്കാൻ നാറ്റോ സഖ്യരാജ്യങ്ങൾ തയ്യാറായതും ഈ വെളിപ്പെടുത്തലിന്റെ ബലത്തിലാണ്. ആഗോള മാധ്യമങ്ങൾ യുദ്ധത്തിന് അകമ്പടി സേവിക്കുകയും അറബ് ലോകം നിസ്സംഗതയോടെ മാപ്പുസാക്ഷിയാവുകയും ചെയ്തതോടെ മേഖലയിലെ പ്രബല സൈനിക രാജ്യം തന്നെയാണ് ഇല്ലായ്മ ചെയ്യപ്പെട്ടത്. ഇതാ ഒരു വ്യാഴവട്ടം പിന്നിടുമ്പോൾ ഇറാഖും സിറിയയും കേന്ദ്രമാക്കിയ മറ്റൊരു വെല്ലുവിളി ഉയർത്തിക്കാട്ടി യാങ്കി വീണ്ടും ആളെ കൂട്ടുകയാണ്, ആയുധം സംഭരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് വിമതർക്കെതിരായ യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാവി അജണ്ടകൾ US തന്നെയാണ് നിർണയിക്കുന്നത്. ബരാക് ഒബാമ ഇതിന്റെ വിളംബരം നടത്തുകയും ചെയ്തു. വൻശക്തി രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയെന്ന ആദ്യഘട്ടം അമേരിക്ക എളുപ്പം പൂർത്തിയാക്കി. മേഖലയിൽ ഒരു യുദ്ധം ജയിക്കാൻ ഇതുമാത്രം പോരെന്ന് US-ന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഗൾഫ് ഉൾപ്പെടെ അറബ് ലോകത്തിന്റെ കൂടി പിന്തുണ അഭ്യർത്ഥിച്ചത്. കൈറോവിൽ ചേർന്ന അറബ് ലീഗ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം അന്താരാഷ്ട്ര സമൂഹത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. IS-നെതിരെ അമേരിക്ക ആക്രമണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതോട് ചേർന്ന് നിൽക്കുക തന്നെയാണ് വേണ്ടതെന്ന് അറബ് ലീഗ് തീരുമാനിക്കുകയായിരുന്നു. അറബ് ഗൾഫ് മേഖലയുടെ പൊതു സുരക്ഷയ്ക്ക് തന്നെ വിമതർ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇതല്ലാതെ മറുവഴി അറബ് ലീഗിന് മുമ്പിൽ ഇല്ലെന്നതാണ് വസ്തുത. സൈനിക രാഷ്ട്രീയ നീക്കത്തിന് കൃത്യമായ തീരുമാനം വേണമെന്ന അറബ് ലീഗ് പ്രമേയം മേഖലയുടെ ഭാവി സംബന്ധിച്ച ആശങ്ക കൂടി വരച്ചിടുന്നുണ്ട്. കലുഷിതമായിരിക്കുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് അമേരിക്കയുടെ ഈ കടന്നുകയറ്റം സ്വാഭാവികമായിട്ടും ഈ മേഖലയെ കൂടുതൽ സങ്കീർണമാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അമേരിക്കയും സഖ്യരാജ്യങ്ങളും തയ്യാറാകും. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അതിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണങ്ങളും. ഈ പ്രചരണങ്ങളിൽ ഒരുപക്ഷെ അറബ് രാജ്യങ്ങളിൽ ചിലരെങ്കിലും വഴുതി വീഴാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാഖിൽ സൈനിക നീക്കത്തിന് അറബ് ലീഗിന്റെ പിന്തുണ സംബന്ധിച്ച പ്രമേയം പക്ഷേ മൗനം പാലിക്കുകയാണ്. അംഗരാജ്യങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകളാണ് അടിയന്തര നീക്കങ്ങൾക്ക് തടസ്സമാകുന്നതെന്നായിരുന്നു സംഘടനാ മേധാവി നബീൽ അൽ അറബിയുടെ കുറ്റപ്പെടുത്തൽ. ആഭ്യന്തര വിഷയങ്ങളിൽ അറബ് ലീഗ് ഇടപെടുന്നതിനെ ചില രാജ്യങ്ങൾ എതിർക്കുന്നുണ്ട്. വിദേശ ഇടപെടലിന്റെ വിപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണിത്. ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വിമതരുടെ മുന്നേറ്റം മറ്റു രാജ്യങ്ങളുടെയും അസ്തിത്വം പോലും അപകടത്തിലാക്കിയെന്ന വിലയിരുത്തൽ ഭാഗികമായി ശരിയായിരിക്കാം. എങ്കിലും യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന മുൻ അനുഭവം ഇനിയും അറബ് രാജ്യങ്ങൾ പഠിച്ചിട്ടില്ല. അറബ് രാജ്യങ്ങളുടെ പങ്കാളിത്തമില്ലാതെയുള്ള ഒരു യുദ്ധം അമേരിക്കയും ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സൈനിക നടപടിയിൽ അറബ് പിന്തുണ ഉറപ്പാക്കാൻ US സ്റ്റേറ്റ് സെക്രട്ടറി കോളിൻ പവൽ വീണ്ടും മേഖല സന്ദർശിക്കാൻ തീരുമാനിച്ചതും. സെപ്റ്റംബർ 22 കൂടുന്ന UN രക്ഷാസമിതിയിൽ ഇത് സംബന്ധിച്ച ചർച്ച സജീവമാകുകയും യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ UN കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അഥവാ കൊടുത്താൽ തന്നെ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഈ മേഖലയിൽ ഇപ്പോൾ സംജാതമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അറബ് യൂണിറ്റി ഈ കാര്യത്തിൽ ഒരു പരിധിയെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. IS-നെതിരായ ആക്രമണ നീക്കത്തിന് പോയ വാരം തന്നെയാണ് അമേരിക്ക വൻശക്തി രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയതും. വെയിൽസിൽ സമാപിച്ച നാറ്റോ ഉച്ചകോടിയിലാണ്
സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയും പ്രതിരോധ സെക്രട്ടറി ചക്ക് ഹെഗലുമായിരുന്നു ഇതിന്റെ പിന്നിൽ കളിച്ചത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ, തുർക്കി, ഇറ്റലി, പോളണ്ട്, ഡെൻമാർക്ക് എന്നിവർ ചേർന്നതാണ് സഖ്യം. റഷ്യ, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെ കൂടി സഖ്യത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കവും ശക്തമാണ്. സെപ്റ്റംബർ 22-ന് ന്യൂയോർക്കിൽ നടക്കുന്ന UN രക്ഷാസമിതി യോഗം ഏറെ പ്രധാനമാണ്. ആക്രമണം ആവശ്യപ്പെട്ട് രക്ഷാസമിതിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ പ്രമേയം അവതരിപ്പിച്ചേക്കും. ആദ്യം ഇറാഖിലെ IS നിയന്ത്രിത മേഖലകളിലും പിന്നീട് സിറിയയിലും ഇതായിരിക്കും സൈനിക നടപടിയുടെ പ്ലാൻ. അമേരിക്കൻ പത്രപ്രവർത്തകരായ ജെയിംസ് ഫോളിയെയും സ്റ്റീവൻ സ്ട്രൗഫിനെയും IS തീവ്രവാദികൾ വധിച്ചതോടെ അമേരിക്കൻ നീക്കത്തിന് വേഗത പകർന്നു. ഇറാഖിലെ വിമത കേന്ദ്രത്തിലെ വ്യോമാക്രമണ വ്യാപ്തി ഇതിനകം US വർദ്ധിപ്പിക്കുകയും ചെയ്തു. സദ്ദാമിനെ ഇല്ലായ്മ ചെയ്തതോടെ ഒരു രാജ്യം തന്നെയാണ് ശിഥിലമായത്. പുതിയ ISIS വിമതരുടെ പേരിലുള്ള പുതിയ പടപ്പുറപ്പാട് എന്തൊക്കെ അനർത്ഥങ്ങളാവും മേഖലയ്ക്ക് നൽകുന്നത് കണ്ടറിയുക തന്നെ. പ്രവാസ ലോകത്ത് ഓണാഘോഷം ആരംഭിച്ചിട്ടേയുള്ളൂ. അതിനി എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കും. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ ക്യാമറാമാൻ യൂസുഫ് അലി പകർത്തുന്നത്. വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. വ്യത്യസ്തമായ ഉള്ളടക്കവുമായി അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും അറിയിക്കാവുന്നതാണ്. ഗൾഫിലുടനീളമുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ ടെലിഫോണിൽ വിവരമറിയിക്കുക. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക media1tv.in. വീണ്ടും കാണും വരെ എല്ലാവർക്കും പതിവ് പോലെ നല്ലൊരു അറബ് നമസ്കാരം.